എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന 3 IPL ന്യൂസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ചെന്നൈ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ചെന്നൈയുടെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ സുരേഷ് റെയ്ന മോശം ഫോമിലേക്ക് എത്തിയതോടെ CSK താരത്തെ ടീമിൽ നിന്നും പുറത്താക്കി. ഇപ്പോഴിതാ സുരേഷ് റെയ്ന ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. IPL 2024-ൽ റെയ്നയും CSK ടീമിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. CSKയുടെ ബാറ്റ്സ്മാൻ ആയിട്ടായിരിക്കില്ല, ബാറ്റിംഗ് കോച്ച് ആയിട്ടായിരിക്കും സുരേഷ് റെയ്ന ചെന്നൈയിലേക്ക് എത്തുന്നത്. സുരേഷ് റെയ്ന കൂടെ CSK ടീമിൽ ജോയിൻ ചെയ്താൽ ഇപ്രാവശ്യത്തെ കപ്പ് ചെന്നൈ തന്നെ നേടും എന്ന് ഉറപ്പാണ്. ധോണി റെയ്ന കോംബോയിൽ CSK തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. അടുത്ത അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. ഗുജറാത്ത് സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യ ടീമിലെത്തിയതോടെ രോഹിത്തും മുംബൈ ടീം മാനേജ്മെന്റും തമ്മിൽ തെറ്റിയിരുന്നു. IPLൽ മുംബൈക്ക് വേണ്ടി 5 കിരീടങ്ങൾ നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് രോഹിത് ശർമ്മ. രോഹിത്തിനോട് ചോദിക്കാതെയാണ് മുംബൈ ടീം മാനേജ്മെന്റ് ഹാർദിക്കിനെ ക്യാപ്റ്റൻ ആക്കിയത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന സീസണിൽ മുംബൈക്ക് വേണ്ടി രോഹിത് കളിക്കില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. രോഹിത് ശർമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിരാട് കോഹ്ലിയുടെ ടീമായ RCBയിൽ കളിക്കാനാണ്. നിലവിൽ മാർച്ച് 22 വരെ ട്രേഡിംഗ് വിൻഡോ ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ രോഹിത്തിനെ ട്രേഡ് ചെയ്യാനായി RCB ടീമും ഇപ്പോൾ മുൻപന്തിയിൽ ഉണ്ട്. രോഹിത്, കോഹ്ലി എന്നിവർ ഒന്നിച്ചാൽ IPLലെ ഏറ്റവും മികച്ച ടീം അത് RCB തന്നെയായിരിക്കും. രോഹിത് RCBയിലേക്ക് പോയാൽ രോഹിത് ആയിരിക്കും അവരുടെ ക്യാപ്റ്റൻ. അതുകൊണ്ട് തന്നെ രോഹിത് ഈ ഓഫർ സ്വീകരിച്ച് RCB ടീമിലേക്ക് പോകണം എന്നാണ് ആരാധകർ പറയുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ധോണിയുടെ അവസാനത്തെ IPL സീസൺ ആണ്. ഈ സീസൺ കഴിഞ്ഞാൽ CSK ടീമിന്റെ ക്യാപ്റ്റൻ ആരാകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ CSK ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെ തിരയുകയാണ്. നിലവിൽ ഋഷഭ് പന്ത് അല്ലെങ്കിൽ സഞ്ജു സാംസൺ എന്നീ താരങ്ങളുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. ഇരുവരും ഫിനിഷിംഗിൽ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരാണ്. ഇവരിൽ ഒരാളെ അടുത്ത വർഷം CSK ടീമിൽ എത്തിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ട്രേഡിംഗ് വിൻഡോ ഇപ്പോഴും ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ എന്നീ താരങ്ങളും CSK മാനേജ്മെന്റ് സംസാരിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ധോണിയുടെ പിൻഗാമിയായിട്ട് സഞ്ജു CSK ടീമിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ സഞ്ജു ആയിരിക്കും CSKയുടെ ക്യാപ്റ്റൻ. അപ്പോൾ ഈ IPLൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന്റെ പേര് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.